നാളെ ചെയ്യാം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ടൈമിൽ വരുന്നൊരു സംഭവമുണ്ട്. അതായത് നാളെ പഠിക്കാം എന്നാ പിന്നെ നാളെ പഠിക്കാൻ നാളെ ഉണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഡെയിലി ലൈഫിൽ എന്താണ് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ നാളെ നീളെ എന്ന് നമ്മൾ പോകുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പല സ്റ്റുഡൻസും കമൻറ്റ് ചെയ്തും അല്ലാതെ മെസ്സേജ് സാർ ഇരിക്കാൻ പറ്റുന്നില്ല സാർ, ഭയങ്കര പ്രൊക്രാസ്റ്റിനേഷനാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ചില ടെക്നിക്സ് ഞാൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചില ടെക്നിക്സ് എന്താണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഞാൻ പ്രൊക്രാസ്റ്റിനേഷൻ തോന്നിക്കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഐഡൻറ്റിഫൈ ദ കോസ്. ഈ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പം നമ്മൾ നാളെ എന്ന് വെക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഈ നാളെ എന്ന് വെക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യത്തിനെ സെലക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുന്നതിന് നാളത്തേൽ വെക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ കോസ്? ഉറക്കം വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സിനിമ കാണാൻ പോവാണോ? അല്ലെങ്കിൽ നിങ്ങൾ മടുത്തോ? സോ വാട്ട് ഈസ് ദ റീസൺ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കം ശരിയാക്കണം. ഇനി സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ സിനിമ കാണാൻ തന്നെ പോകണം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ? എല്ലാ ദിവസവും പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെയും എന്തിനെ ഞാൻ മാറ്റി വെച്ചിട്ടാണ്, അതായത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റഡീസിനെ സാക്രിഫൈസ് ചെയ്യുന്നത്, അതിൻ്റെ കോസ് അത് എല്ലാ പ്രാവശ്യവും സെയിം ആണെങ്കിൽ നമ്മളൊന്ന് കറക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടെ മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിലും എന്ന് വെച്ച് എല്ലാ ദിവസവും ഒരേപോലെ പോകല്ലേ. അത് നമ്മൾ മനുഷ്യനാണ്, റോബോട്ടൊന്നുമില്ല. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ അത്രമാത്രം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മുന്നോട്ട് പോയി പഠിക്കുന്ന കുറേ പോയിന്റ്സിൽ അത് വരുന്നുണ്ട്. മനുഷ്യന് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കാമെന്ന് പറയും. അത് പറ്റില്ല. നമുക്കാകുന്നൊരു കപ്പാസിറ്റി ഉണ്ട്. സാർ എനിക്ക് ബോഡി കുറേ ക്ഷീണമുള്ള ആളാണ്, അസുഖമുള്ള ആളാണ്, പെട്ടെന്ന് എനിക്ക് ക്ഷീണം വരും. അക്സെപ്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ കോസ്? യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഞാൻ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട്. വലിയൊരു ടാസ്ക് അല്ലേ? വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്നു, അതിൻ്റെ അടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു. ബുദ്ധിമുട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? വലിയൊരു ടാസ്ക്കാണ്. കുഞ്ഞതായിട്ട് ഒരു ദിവസം എന്തുണ്ടാക്കും? വീഡിയോ റെക്കോർഡ് ചെയ്യും. ഒരു ദിവസം ഞാൻ എഡിറ്റ് ചെയ്യും. മറ്റൊരു ദിവസം ഞാൻ എന്ത് ചെയ്യും? തംബ്നെയിൽ ഉണ്ടാക്കും. അപ്പോൾ വലിയൊരു ടാസ്ക് ഞാൻ എന്ത് ചെയ്തു? എല്ലാം ഒറ്റയ്ക്ക് ഞാൻ ചെയ്യില്ല. സമയം കിട്ടുമ്പോൾ എന്താണ് ചെറിയ പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. സോ സ്മോൾ ടാസ്ക് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് വലിയൊരു പ്രഷർ വരില്ല. ഇത് നോർമലി ജപ്പാനീസുകാരൊക്കെ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്കെല്ലാം ഒറ്റയടിക്കും ചെയ്ത് തീർത്ത് സെറ്റാക്കണം. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രേക്ക് ടാസ്ക്, കാരണം നമുക്ക് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ 10 മിനിറ്റ്, ഉറപ്പായിട്ട് എനിക്ക് 10 മിനിറ്റ് തീർക്കാൻ പറ്റും. 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം. സോ ഇറ്റ്സ് എൻ അച്ചീവബിൾ ടാസ്ക്കാണ്, വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ നമ്മൾ വലിയൊരു ടാസ്കിനെ കുഞ്ഞായി ഡിവൈഡ് ചെയ്യുന്നു. CA ഇന്റർ മെയിൽ നിങ്ങൾക്ക് പാസ്സാകണം, CMA ഇന്റർ പാസ്സാകണം, CA ഫൗണ്ടേഷൻ, CSCT എന്ത് തന്നെ ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, CS എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ഏത് കോഴ്സും ആയി നിങ്ങൾക്ക് പാസ്സാകണം, ഡിഗ്രി ആയിക്കോട്ടെ, വലിയൊരു സംഭവമാണ്. ഡെയിലി കുഞ്ഞു കാര്യങ്ങൾ ചെയ്തേ. സ്മോൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആഡ് എ ബിഗ്ഗർ റിസൾട്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം. നെക്സ്റ്റ്, എപ്പോഴാണെങ്കിലും 2 മിനിറ്റ്സ് റൂൾ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. 2 മിനിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളൊരു ചെയ്യാൻ പോകുന്നേക്കാൾ മുമ്പ് അയ്യോ ചെയ്യണോ വേണ്ടിയോ പഠിക്കണേ, നോ, അങ്ങോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ക്ലാസ് റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്ത് അങ്ങോട്ട് പൊക്കോളും. അത് ഓൺ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ ഓൺ ചെയ്യാൻ, പുസ്തകം തുറക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. ചില സമയത്ത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവും, അപ്പോൾ വിട്ടേക്ക്. ഓക്കെ, അപ്പോൾ 2 മിനിറ്റ്സ് റൂൾ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങാം. ഒരു 2-5 മിനിറ്റ് കൊണ്ട് എന്താണ് അത് നിങ്ങളുടെ ഫ്ലോയിൽ അങ്ങോട്ട് വന്നോളും. ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. ആൻഡ് അതുകൊണ്ട് ഈസി ആയിട്ട് ടാസ്ക് സ്വിച്ച് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് 12 hours എങ്ങനെ പഠിക്കാമെന്നൊക്കെ. അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് എന്തൊക്കെയുണ്ടോ സുഖമല്ലേ എങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ പോകും. അത് വേണ്ട. ഒരു ടൈമിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് സമയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എണ്ണും. 10, ഇനി ഞാൻ 10, 9, 8 മനസ്സിൽ ഞാൻ എണ്ണുവേ. ഒന്നാമത് ഒരൊറ്റ എണീക്കലാണ്. അതായത് ഇറ്റ് മീൻസ് ഫോർ മീ ഐ ആം ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. സെയിം ആസ് ലൈക്ക് യു ഹാവ് ടു തിങ്ക്. ക്ലിയർ? ഓക്കെ. നാലാമത് എന്ന് പറയുമ്പോൾ നാലാമത് നമ്മളെപ്പോഴും എന്താണ് ഒരു ക്ലിയർ ഡെഡ് ലൈൻ. ഓക്കെ, നാലാമത് ദേ ഷുഡ് ബി എ ക്ലിയർ ഡെഡ് ലൈൻ. അതായത് അന്തം കുന്തോ ഇല്ലാന്നൊരു ഒരു ഡയലോഗ് ഉണ്ട്. അങ്ങനെ പോകരുത്. ഇന്ന് എന്താണ് ടാസ്ക് അത് എഴുതി വെക്കുമോ, നിങ്ങൾ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. മനസ്സിലൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നാൽ മതി. കാരണം
നമുക്കൊരു എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേ ഡെഡ് ലൈൻ ഇല്ലേ, അതേപോലെ പഠിക്കാനൊരു ഡെഡ് ലൈൻ വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ ക്ലിയർ ഡെഡ് ലൈൻ എന്താണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക, അതും പറ്റുന്നത് മാത്രം ചെയ്യുക കേട്ടോ. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് ചെറിയ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. ഇതിന് ഞാൻ ചില ആപ്പുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. റിമൂവ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യമേ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മൊബൈൽ അങ്ങോട്ട് എടുത്തു വെക്കുക, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതും നമ്മളുടെ 8ാമത്തെ പോയിന്റുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഒരു ആപ്പ് ഉണ്ട്, ഞാൻ റെഫർ ചെയ്യുന്ന രീതിയിൽ പറയുന്നതല്ല, ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് ഫോറസ്റ്റ് എന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക, നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മളൊരു ട്രീ ഗ്രോൺ ആക്കും. അങ്ങനെ എത്രമാത്രം ട്രീസ് നമ്മൾ ഗ്രോൺ ആക്കുന്നു ഒരു ടാർഗറ്റ് എന്ന രീതിയിലാണ്. നല്ലൊരു ആപ്പാണ്, അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂ ഒക്കെ ഒരു സംഭവമാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുവായിരിക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ റെഫർ സ്കീം ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഒരു സജഷൻ മാത്രം ഞാൻ പറയുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പം അത് മൊബൈൽ നമ്മൾ മുമ്പിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ അപ്പോൾ പറയും നിങ്ങൾ മാറി, നിങ്ങൾ ചെയ്യരുത്, അപ്പോൾ നമ്മൾ ഗീവ് അപ്പ് ചെയ്യരുത്. അങ്ങനെ കുറച്ച് മോട്ടിവേഷൻ രീതിയിൽ എന്താണ് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഫോറസ്റ്റ് എന്നാണ് ആപ്പിൻ്റെ പേര്, നിങ്ങൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. അത് കുറച്ചും കൂടെ നമുക്ക് എന്താണെന്ന് അറിയാം, ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാം. 40 മിനിറ്റ്സ് ഞാൻ അനങ്ങില്ല, ഞാൻ ഇവിടുന്ന് 40 മിനിറ്റ്സ് ഞാൻ അനങ്ങില്ല, 1 മണിക്കൂർ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല, ആര് വന്നാലും അനങ്ങില്ല, ചത്താലും ഞാൻ അനങ്ങില്ല. ആ രീതി നമ്മൾ എന്താണ് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ. 5 പോയിന്റായി. 6ാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമുക്ക് ടെംപ്ടേഷൻ കിട്ടുന്ന ടെംപ്ടേഷൻ ബണ്ട്ലിങ്. ഇതൊരു ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. ടെംപ്ടേഷൻ ബണ്ട്ലിംഗ് എന്ന് പറഞ്ഞാലേ, ഇപ്പം നമ്മൾ പാട്ട് നമുക്ക് ക്ലീൻ ആക്കണം, ഭയങ്കര മടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് പാട്ട് കേൾക്കാൻ. അപ്പോൾ പാട്ട് കേട്ടോണ്ട് എന്ത് ചെയ്യുക, ക്ലീൻ ആക്കുക. ഇത് പഠിക്കുന്ന കാര്യം നമുക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടില്ല, പക്ഷേ നോർമലി എന്താണ് ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ഒരു ടാസ്ക് കേൾക്കുമ്പോൾ നമ്മളത് മറക്കാൻ വേണ്ടി വേറൊരു ടാസ്ക് ചെയ്യുക, അതായത് ഡുവൽ ടാസ്ക് ഒരേ സമയത്ത് ചെയ്യുക. എന്ന് വെച്ചാൽ നല്ലൊരു സിനിമ കണ്ടോണ്ട് പഠിക്കാം സാർ, എനിക്ക് സിനിമ കാണാൻ ഭയങ്കര താല്പര്യമാണ്, അപ്പോൾ പഠിക്കുന്ന കാര്യം മറന്നു പോകുമല്ലോ, അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് നെഗറ്റീവ് രീതിയിൽ വേറൊരു രീതി നിങ്ങൾ എടുക്കരുത്. ഓക്കെ, ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് ഡിഫിക്കൽട്ട് കാര്യങ്ങൾ ഒരുമിച്ച് വെച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റേത് മറന്നു പോക്കോളും. 7ാമത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടേബിൾ. അക്കൗണ്ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെയാണ് റെസ്പോൺസിബിൾ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചില സ്റ്റഡി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ഫോറസ്റ്റ് ആപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പബ്ജി ഗെയിം കളിക്കുമ്പോൾ ആരാണ് ബെറ്റർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ. അതേപോലെ തന്നെ പഠിക്കാനും സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് ഓഫ്ലൈനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്കൗട്ട് ബാച്ചസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഓൺലൈൻ വർക്കൗട്ട് ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ, നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ CA ഫൗണ്ടേഷൻ, ഇന്ററിൻ്റെ വർക്കൗട്ട് ബാച്ചസ് കാര്യങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾ യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ എവറിത്തിങ്. യു ആർ ദ അക്കൗണ്ടബിൾ. യു ആർ ദ നാളെ ആരും ചോദിക്കില്ല, നിങ്ങൾ തന്നെ റെസ്പോൺസിബിൾ. 8ാമതെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു പോയിന്റുമായിട്ട് ലിങ്ക് ഉണ്ട്, റിവാർഡ് ചെയ്യുന്നത്. റിവാർഡ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി ഒരു സിനിമയ്ക്ക് പോകണം സാർ, അങ്ങനെയല്ല കേട്ടോ. അതായത് നമ്മൾക്ക് എന്താണ് പഠിക്കുന്നേക്കാളും കുറവ് രീതിയിലുള്ള ഒരു റിവാർഡ് ആയിരിക്കണം. ചെറിയ രീതിയിൽ ഒരു 5 മിനിറ്റ് കിടക്കുക അല്ലെങ്കിൽ 10 മിനിറ്റ് കിടക്കുക, ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നു, എൻ്റെ ഫസ്റ്റ് ടൈം റിവിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. സെൽഫ് റിവാർഡിങ്. കാരണം നമുക്ക് ആരും ഗിഫ്റ്റ് തരാനില്ല. ഇനി ആരെങ്കിലും പറയാം, എടാ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് 1000 രൂപ തരണം അല്ലെങ്കിൽ 10 രൂപ തരണം, അങ്ങനെ റിവാർഡ് സിസ്റ്റം നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ തരണം കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്താണ് ഒരു റിവാർഡ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, നമുക്ക് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര താല്പര്യമല്ലേ. ഇതിപ്പോൾ നിങ്ങൾ CA ഇന്റർ അല്ലെങ്കിൽ CMA ഇന്റർ പാസ്സായി കഴിഞ്ഞാൽ, CS എക്സിക്യൂട്ടീവിന് ഒരു ഗ്രൂപ്പ് പാസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ ബെൻസ് മേടിച്ച് തരും എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു സാറേ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഉറങ്ങിയില്ലെങ്കിലും ഞാനത് പഠിച്ച് പാസ്സായിട്ട് ആ ബെൻസ് ഞാൻ എടുക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ റിവാർഡിന് നമുക്ക് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻസ്. എല്ലാം പഠിച്ചായിട്ട് സെറ്റായിട്ട്, അതായത് ചില സ്റ്റുഡൻസിനോട് പറയുമ്പോൾ പറയുന്നത്, എപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്യുന്നത്, എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് സാർ, എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ വർക്കൗട്ട്. അപ്പത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ പഠിക്കുമ്പോഴേ ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്ത് പോവുക, ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. സമയം വരില്ല, അത് പോകുന്നതനുസരിച്ച് ക്ലിയർ ആയിക്കൊണ്ട് പോയിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലപോലെ ഉറങ്ങുക. ഓക്കെ, ഗെറ്റ് ഇനഫ് റെസ്റ്റ്. അപ്പോൾ ഞാനും റെസ്റ്റിന് പോവുകയാണ്, അപ്പോൾ നിങ്ങളും റെസ്റ്റിന് പോവുക. ഗെറ്റ് ഇനഫ് റെസ്റ്റ്. ഉറങ്ങാൻ വേണ്ടി പോവുക, നല്ലപോലെ ഉറങ്ങുക, നല്ലപോലെ ഫുഡ് കഴിക്കുക, ഹെൽത്ത് നല്ലപോലെ നോക്കുക.
2 മാസം നമുക്ക് സമയമുണ്ട്. എന്നാലും നിങ്ങൾ എന്താണ് ഉറക്കം കളഞ്ഞിട്ടാണെങ്കിൽ പണി പാർസലായിട്ട് വരും. അപ്പോൾ 12 മണിക്കാണ് പഠിക്കാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത്. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം. അതൊരു ടൈം വെച്ച് തന്നെ പഠിക്കുക. നാളെ നിങ്ങൾ പറഞ്ഞതിനെ മാറ്റി പറയാൻ നിങ്ങളിലുള്ള ഒരാളുണ്ടല്ലോ, അവൻ സമ്മതിക്കരുത് അല്ലെങ്കിൽ അവള് സമ്മതിക്കരുത്. നമ്മൾ എന്താണ് തീരുമാനിച്ചത് അതിൻ്റെ അനുസരിച്ച് വേണം. ഹൂ ആർ യു ടു ചേഞ്ച്? വി ഹാവ് ടു ആസ്ക്. അപ്പോൾ നമ്മളൊരു 10 പോയിന്റ് നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടുന്നുണ്ടോ? 10 മിനിറ്റ് ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് ഞാൻ പരിപാടി അങ്ങോട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ CS, EMS, CS പ്രൊഫഷൻ്റെ എല്ലാ ക്ലാസ്സും നമ്മൾ മലയാളത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫൗണ്ടേഷൻ ഇന്റർ ക്ലാസ്സസ് ഒക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫ്രണ്ട്സിന് എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നതോട് പറയുന്നത് നല്ലപോലെ പഠിക്കാട്ടോ. പ്രൊക്രാസ്റ്റിനേഷൻ ഇന്ന് തൊട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം നിങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.